ഗൾഫ് രാജ്യങ്ങളിൽ നടത്തേണ്ടിയിരുന്ന CBSE പരീക്ഷകൾ വീണ്ടും മാറ്റിയിരിക്കുകയാണ്. 5, 6 തീയതികളിലെ പരീക്ഷകളാണ് മാറ്റിയത്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇന്നലെ നടക്കേണ്ട പരീക്ഷയും മാറ്റിയിരുന്നു. ശേഷിക്കുന്ന പരീക്ഷകളുടെ കാര്യം വ്യാഴാഴ്ച ചേരുന്ന യോഗമാണ് തീരുമാനിക്കുക. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ സംഘർഷ സാഹചര്യം തുടരുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും പരീക്ഷകൾ മാറ്റുകയാണ്. CBSE പരീക്ഷകൾ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ പരീക്ഷ ഉണ്ടാകില്ല എന്നാണോ ഇപ്പോൾ അറിയിക്കുന്നത്? സ്മൃതി, പശ്ചിമേഷ്യ രാജ്യങ്ങൾ തുടരുന്ന വലിയ സംഘർഷം എന്താണെങ്കിലും പരീക്ഷകളെ ബാധിച്ചത്. കഴിഞ്ഞ ദിവസം CBSE ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങിയിരുന്നു. ഇന്നലെ പരീക്ഷ മാറ്റിയിരുന്നു. ഇപ്പോൾ കൂടുതൽ പരീക്ഷകൾ മാറ്റുന്നു എന്നാണ് CBSE വ്യക്തമാക്കുന്നത്. പ്രധാനമായും CBSE പറയുന്നത് ഇപ്പോൾ വരുന്ന, അതായത് വ്യാഴം വെള്ളി, അതായത് 5, 6 തീയതികളിലെ പരീക്ഷകളാണ് മാറ്റിയിരിക്കുന്നത്. 10+2 പരീക്ഷകൾ മാറ്റുമ്പോൾ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ സംഘർഷങ്ങൾ തന്നെയാണ്. കാരണം സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ സ്കൂളിൽ പോയി പരീക്ഷ എഴുതാൻ സാഹചര്യമൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള സാഹചര്യമുള്ള പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പരീക്ഷകൾ മാറ്റുന്നതെന്ന് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ പുതുക്കിയ തീയതി അടക്കം പിന്നീട് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല കൂടുതൽ പരീക്ഷകൾ നടക്കാനുണ്ട്. ഈ പരീക്ഷയുടെ അടക്കം കാര്യത്തിലും തീരുമാനം എടുക്കാനുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിനുവേണ്ടി വ്യാഴാഴ്ച ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ കൃത്യമായി തീരുമാനം എടുക്കും എന്ന് അറിയിച്ചിരിക്കുന്നു. പ്രധാനമായും സൗദി, UAE, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ സ്കൂൾ പ്രിൻസിപ്പൽമാർക്കാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഒപ്പം കിംവദന്തികൾ ധാരാളം പരക്കുന്നുണ്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട. അതിലൊന്നും വീഴരുത് എന്നും കൃത്യമായി തന്നെ ഔദ്യോഗിക അറിയിപ്പുകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും CBSEയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുമാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. എന്താണെങ്കിലും തുടരുന്ന സംഘർഷ സാധ്യത മൂലമാണ് ഇപ്പോൾ പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നത്. വ്യാഴം വെള്ളി, അതായത് 5, 6 തീയതിയിൽ നടക്കേണ്ട 10+2 പരീക്ഷകൾ കൂടി ഇപ്പോൾ CBSE മാറ്റിയിരിക്കുകയാണ്. സ്മൃതി. ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.